അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരൻ ചോദിക്കുന്നത് എപ്പോഴാണ് ഹിജ്റ പോകേണ്ടത് എന്നതാണ്. സഹോദരൻ്റെ ചോദ്യത്തിൽ തന്നെ അതിനുള്ള മറുപടിയുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പരിപൂർണമായ സ്വാതന്ത്ര്യം, പള്ളി കെട്ടാനും മദ്രസ കെട്ടാനും മുസ്ലിങ്ങൾക്ക് അവരുടെ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കാനും എല്ലാ മതസ്ഥർക്കും അവരവരുടെ മതത്തിൻ്റെ ചടങ്ങനുസരിച്ച് ജീവിക്കാനും സ്വാതന്ത്ര്യമുള്ള നാടാണ്. അങ്ങനെയുള്ള നാട്ടിൽ ജീവിക്കുമ്പോൾ ഹിജ്റയുടെ ആവശ്യമില്ല. മനസ്സിലായല്ലേ? ഹിജ്റയുടെ ആവശ്യം റസൂലും സഹാബത്തും മക്കയിൽ നിന്നിട്ട് ഹിജ്റ പോയതുപോലെയുള്ള ചുറ്റുപാടുണ്ടായി കഴിഞ്ഞാൽ മതത്തിൻ്റെ ഒരു ചടങ്ങും നടപ്പാക്കാൻ പറ്റാത്ത രൂപത്തിൽ ആക്രമിക്കപ്പെടുകയും അനീതിയോടുകൂടി അവരോട് പെരുമാറുകയും മുസ്ലിങ്ങളെ ദ്രോഹിക്കപ്പെടുകയും മർദ്ദിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു ചുറ്റുപാട് അന്തരീക്ഷമുണ്ടായപ്പോൾ മാത്രമാണ് അതിനേക്കാളും നല്ല അന്തരീക്ഷമുള്ളതായ പ്രയാസമില്ലാത്തതായ നാടുകളിലേക്ക് പോകാൻ വേണ്ടി റസൂൽ അനുവദിച്ചു. ആദ്യമായിട്ട് ക്രിസ്ത്യാനികളുടെ നാടാണെങ്കിലും നല്ല ഭരണകൂടമാണ് അവരെന്ന് പറഞ്ഞുകൊണ്ട് എത്യോപ്യയിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളെ വിട്ടു. അവിടെ ഒരു കൂട്ടം സഹാബാക്കൾ പോയി. പിന്നെ രണ്ടാമതായിട്ട് ചെയ്ത ഹിജ്റയാണ് മദീനയിലേക്ക് റസൂലും സഹാബത്തും വന്നു, അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ചിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ചുറ്റുപാട് ഇപ്പോൾ ഇന്ത്യയിലില്ല. ഇന്ത്യ വളരെ പരിപൂർണ സ്വാതന്ത്ര്യത്തോടു കൂടി എല്ലാ മതസ്ഥർക്കും ജീവിക്കാൻ പറ്റുന്ന നാടാണ്. മതേതര രാഷ്ട്രമാണ്. അതുകൊണ്ട് അവിടെ ഹിജ്റയുടെ ആവശ്യമില്ല. അല്ലാഹു അഅലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.